ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ഏറ്റവും അധികം ചർച്ചയായ ഒരു മിസൈലാണ് ആകാശ്. ഇപ്പോൾ അതിൻ്റെ പുതിയ പതിപ്പുകൾ ഇന്ത്യ പരീക്ഷണം നടത്തി വിജയിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം ഇന്ത്യയുടെ സൈനികർക്ക് കൂടുതൽ കരുത്തേകുകയല്ലേ? അതോടൊപ്പം തന്നെ പുതിയ പല ആയുധങ്ങളും ഇന്ത്യയുടെ സൈനികരുടെ ഭാഗമായി മാറുകയാണല്ലോ. ഇതിൽ വളരെ പ്രത്യേകതയുണ്ട് ഇതിന്. ഈ ആകാശിൻ്റെ കാര്യത്തിലും പുതിയ റൈഫിളുകൾ AK-203 203 റൈഫിളുകളുണ്ട്. ഇതെല്ലാം തദ്ദേശീയമായിട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ആകാശിൻ്റെ കാര്യത്തിലേക്ക് വരാം. ആകാശ് 2009 ഇന്ത്യ നിർമ്മിച്ചത്. ഈ ആകാശ് മിസൈല് ഒരു ശരിക്കും ഭൂമിയിൽ നിന്നും കരയിൽ നിന്നും കടലിൽ നിന്നും തൊടുക്കാവുന്ന തരത്തിലാണ് ഈ മിസൈൽ എന്നാണ് പൊതുവെ നമുക്ക് ലഭ്യമായ വിവരം. അതിൽ കരയിൽ നിന്ന് ഈ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ശത്രുരാജ്യത്തിൻ്റെ മിസൈലുകൾ, ഡ്രോണുകൾ, വിമാനങ്ങൾ, പോർവിമാനങ്ങൾ ഒക്കെ തകർക്കാൻ ഈ ആകാശ് മിസൈൽ ഉപയോഗിക്കാം. ആകാശ് മിസൈലിൻ്റെ നവീകരിച്ച പല പതിപ്പുകളും ഈ 2009 ഇത് നമ്മുടെ സേനയുടെ ഭാഗമായി ഇത് വികസിപ്പിച്ചെടുത്തു, പരീക്ഷിച്ചു, വിജയിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷെ അന്ന് തൊട്ട് ഇതിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട്, പല കൂട്ടിച്ചേർക്കലുകളും ഇതുണ്ടാകുന്നുണ്ട്. ഇതിനകത്ത് ഈ മിസൈലിനോടൊപ്പം തന്നെ ചെറിയ റോക്കറ്റുകൾ വരുന്നുണ്ട്. അപ്പം ഇത് ആകാശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മിസൈലിൽ നിന്ന് തുരുതുര വെടി ഉതിർക്കുന്നത് പോലെ റോക്കറ്റുകൾ, ചെറിയ റോക്കറ്റുകൾ പോവുകയും അത് ഈ ഡ്രോണുകളെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ആകാശ് സത്യം പറഞ്ഞാൽ നമ്മുടെ സേനയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. നമുക്ക് പക്ഷേ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയോ അല്ലെങ്കിൽ ഇതെന്താണെന്നൊന്നും പൊതുജനങ്ങൾക്ക് അറിയില്ല. കാരണം അത് അറിയിക്കാനുള്ളൊരു സന്ദർഭം വന്നിട്ടില്ല. നമ്മൾ യുദ്ധക്കൊതിയന്മാരല്ലാത്തത് കൊണ്ട് ഈ ശരിക്കും ഇന്ത്യയെ മാറി മാറി ഭരിച്ച ഭരണകൂടങ്ങളൊന്നും യുദ്ധത്തിന് താല്പര്യപ്പെട്ടിട്ടില്ല. അയൽക്കാരൻ്റെ ഭൂമി തട്ടിയെടുക്കാനും അത് കയ്യേറാനും ഒക്കെ ഇപ്പോൾ ചൈനയോ പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഒക്കെ ശ്രമിക്കുന്നത് പോലെ നമ്മൾ ആരുടെയും ഭൂമി മോഹിച്ച് അങ്ങോട്ട് പോയിട്ടില്ല. അവരെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഭാഗത്ത് കൊണ്ടുവരണം, നമ്മുടെ സാമന്തന്മാരാക്കണം, അങ്ങനൊരു രീതി ഇന്ത്യക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അയൽക്കാരുമായിട്ട് സൗഹൃദത്തിൽ കഴിയാൻ ആഗ്രഹിച്ചു. എന്നാൽ അതേസമയം നമ്മളെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ തക്കവണ്ണം, പ്രത്യേകിച്ചും ചൈന ആക്രമിച്ചതിന് ശേഷം 62 ചൈന ആക്രമിച്ചതിന് ശേഷം നമ്മൾ സായുധ സജ്ജരായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചു. നവീനമായ ആയുധങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം കൂടുതലും വിദേശങ്ങളിൽ നിന്ന് വാങ്ങുകയായിരുന്നു, ഇറക്കുമതി ചെയ്യുകയായിരുന്നു. പക്ഷെ അത് പതുക്കെ പതുക്കെ മുന്നോട്ട് പോയി വ്യത്യാസം വന്ന് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കാൻ തുടങ്ങി. ഇത് മോദി സർക്കാർ വന്നപ്പോൾ അതിന് വേഗം കൂട്ടി. ഇപ്പോൾ 2009 ഉണ്ടാക്കിയ നമ്മൾ വികസിപ്പിച്ച ഈ ആകാശ് മിസൈലിന് തന്നെ ഇപ്പം നിരവധി പതിപ്പുകളുണ്ട്. ഉദാഹരണത്തിന് സാധാരണ ഇത് നമ്മൾ കരയിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഭൂമിയിൽ തന്നെ ഏതാണ്ട് 15,000 അടി മുകളിൽ കനത്ത മഞ്ഞു വീഴുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇത് ഉപയോഗിച്ച് നോക്കിയാലോ, അത്തരമൊരു പരീക്ഷണമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഈ ലഡാക്കിൽ നിന്നാണ് ഇത് പരീക്ഷിച്ചത്. 15,000 അടി മുകളിൽ, സമുദ്ര നിരപ്പിൽ നിന്ന് 15,000 അടി മുകളിൽ വെച്ചാണ് ഇത് പരീക്ഷിച്ചത്. വിജയകരമായിട്ട് ആ പരീക്ഷണം നമ്മൾ പൂർത്തിയാക്കുകയും ചെയ്തു. അവിടെ ഈ ലഡാക്ക് സെക്ടറിൽ 15,000 അടി ഉയരത്തിൽ നടത്തിയ പരീക്ഷണം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസമാണല്ലോ നൽകുന്നത്. അതിലേക്ക് ഞാൻ വരും. കൃത്യമായി തന്നെ ഇന്ത്യയുടെ നീക്കങ്ങൾ സജീവമാണല്ലോ. അതെ, ഈ ഓപ്പറേഷൻ സിന്ദൂർ നൽകിയ ഒരു ആത്മവിശ്വാസമുണ്ട്. പ്രത്യേകിച്ചും ഈ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം, അതുപോലെ S-400 സുദർശന വ്യോമ പ്രതിരോധ സംവിധാനം, ഇതിലൊക്കെ നമുക്കുണ്ടായിരിക്കുന്ന ഒരു മേൽക്കൈ, അത് ഈ ആകാശിൻ്റെ കാര്യത്തിൽ നമ്മൾ വിപുലമായ ഒരു ഇതിലേക്ക് പോകാൻ നമ്മളെ സഹായിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഒരല്പം പറയാം. എന്തായാലും ഈ ആകാശിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ, വിവിധ പതിപ്പുകൾ നമ്മുടെ കൈവശം ഇപ്പോഴുണ്ട്. അതിലൊന്ന് ഈ ആകാശ് മാർക്ക് 1, തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് 15, അതുപോലെ ഉയരം കൂടിയ മേഖലയിലും താഴ്ന്ന താപനിലയിലും പറക്കാൻ രൂപകൽപ്പന ചെയ്ത ആകാശ് പ്രൈമാണ് ഇപ്പോൾ നമ്മൾ വിജയകരമായിട്ട് പരീക്ഷിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ ദീർഘദൂരം ഇതൊരു 1500 കിലോമീറ്റർ വരെ പോകുന്ന തരത്തിലേക്ക് ഇതിനെ നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇതിൻ്റെ ആ തരത്തിൽ മുന്നോട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ ആകാശ് NG അതും ഒരു പുതിയ പതിപ്പാണ്. ഇതെല്ലാം ഇപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ സേനയുടെ കൈവശമായി കഴിഞ്ഞു.
അപ്പോൾ ഈ ആകാശിൻ്റെ തന്നെ ഇന്ത്യ അതോടൊപ്പം തന്നെ മറ്റൊരു സംശയമാണ്, ഇന്ത്യ കൃത്യമായി തന്നെ ആയുധ വ്യാപാരത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഒരു ഭാഗം കൂടിയല്ലേ? തീർച്ചയായിട്ടും ഇത്തരം സാധനങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നത് തന്നെ ഇത് വെറുതെ നമ്മൾ കൈവശം വെച്ചുകൊണ്ടിരിക്കാനല്ല. ഇതിൻ്റെ ഒരു കച്ചവടം നമുക്ക് വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാമ്പത്തിക കുതിപ്പിലാണ്. വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടേത്. ആ സമ്പദ് വ്യവസ്ഥയിൽ നമ്മളിപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കി. എന്തിനാണ് ഇത്രയും വലിയ റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകളൊക്കെ? അതായത് കാർഷിക മേഖലയുടെ വികസനത്തിന് അത് വലിയ സഹായം ചെയ്യും. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വളരെ പെട്ടെന്ന് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് എത്തിക്കാനും വൻ നഗരങ്ങളിലേക്ക് എത്തിക്കാനും അതിൻ്റെ വിപണി മൂല്യം ഉറപ്പുവരുത്താനും ഒക്കെ അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ GDPയുടെ 12% സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന കാർഷിക മേഖല ഭാവിയിൽ 35% എത്തുമെന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. അതൊരു വലിയ കുതിപ്പാണ്. ഇരട്ടിയിലധികം, ഏതാണ്ട് 2 ഇരട്ടിയോളം ആകുന്നുണ്ട് 12 എന്നുള്ളത്. വളരെ പെട്ടെന്ന് 25-ലേക്കും അവിടെ നിന്ന് 35-ലേക്കും വളരാനുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതവിടെ എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് എത്തിക്കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. നമ്മളാരും കവടി നിരത്തി പറയാൻ ജ്യോത്സ്യന്മാരല്ല. പക്ഷേ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അതാണ്. അതുപോലെ തന്നെ ഈ ആയുധ വ്യാപാരം നമുക്ക് വലിയ സമ്പത്ത് കൊണ്ടുവരും. പ്രത്യേകിച്ചും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ആയുധങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നത് തന്നെ നമുക്ക് വലിയ നേട്ടമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇന്ത്യ ഒരു അവസരത്തിൽ കാണിച്ചു. അതേ ഗുണമേന്മയുള്ള ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്ന മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും വലിയ വിജയം. നമ്മൾ ശത്രുരാജ്യത്തിന് മേൽ നേടിയ വിജയത്തെക്കാൾ ഉപരി നമ്മുടെ കൈവശമിരിക്കുന്ന ആയുധങ്ങൾ എത്ര ഗുണപ്രദമാണെന്നും അത് അമേരിക്കയെയും ചൈനയെയും ഒക്കെ വെല്ലുവിളിക്കാൻ തക്കവണ്ണമുള്ള മാരക പ്രഹരശേഷിയുള്ളവയാണെന്നും ഒക്കെ നമുക്ക് തെളിയിക്കാൻ പറ്റി. അത് വലിയ നേട്ടമാണ്. അത് ഈ രാജ്യാന്തര വിപണിയിൽ, ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ, ആംഡ് മാർക്കറ്റിൽ, ആംസ് ആൻഡ് ആമിനേഷൻസ് കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റിൽ അതിന് വലിയ മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിപണി ലക്ഷ്യമിട്ട് നമ്മളിപ്പോൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇപ്പോൾ തന്നെ നമുക്കറിയാം ബ്രഹ്മോസ് നമ്മൾ ആ തരത്തിൽ നിർമ്മിക്കാൻ തുടങ്ങി. ബ്രഹ്മോസ് മിസൈൽ സൂപ്പർസോണിക് മിസൈലാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ വരുന്നു. ഹൈപ്പർസോണിക് മിസൈൽ വരുന്നു. ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ AK-203 റൈഫിൾസ്, മുമ്പ് നമ്മൾ AK-47 ആണ് കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് AK-203, അത് 7 ലക്ഷം റൈഫിളുകളാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അത് ഓർഡർ കൊടുത്തത് വാസ്തവത്തിൽ നമ്മളത് ഏതാണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് 7000 റൈഫിളുകളാണ് നമ്മളിപ്പോൾ സേനയിലേക്ക് കൈമാറുന്നത്. നേരത്തെ അത് 48,000 റൈഫിള് വരെ ഈ AK-203 റൈഫിളുകൾ നിർമ്മിച്ച് കൈമാറിയിട്ടുണ്ട്. ഇതൊരു ഇന്ത്യ-റഷ്യൻ കൊളാബറേഷനാണ്, സംയുക്ത സംരംഭമാണ്. പക്ഷേ ഇതിൻ്റെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അമേഠിയിലാണ്, UP യിലാണ്. അവിടെ 50% തദ്ദേശീയമാണ് ഇതിൻ്റെ നിർമ്മാണം. ബാക്കി 50% മാത്രമാണ് നമ്മൾ റഷ്യയെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ വരുന്ന, അതായത് ഇന്ത്യ റഷ്യ കരുത്താണല്ലോ ബ്രഹ്മോസ്, അത് അതെ. പക്ഷെ ആ ബ്രഹ്മോസ് ഇപ്പം നമ്മൾ തദ്ദേശീയമായിട്ട് പരിപൂർണമായും തദ്ദേശീയമായി. അതുപോലെ ഈ AK-203 എന്ന് പറയുന്ന ഈ റൈഫിള് 100% സ്വദേശീവൽക്കരിക്കും. വരുന്ന ഏതാനും വർഷങ്ങൾ കൊണ്ട് ഈ ലക്ഷ്യം കൈവരിക്കും. 2030 ആകുമ്പോഴത്തേക്കും ഈ 7 ലക്ഷം റൈഫിളുകളും നിർമ്മിച്ച് സേനയ്ക്ക് കൈമാറിയിരിക്കും. ഇപ്പോൾ 2025 നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ 48,000 റൈഫിളുകൾ ആദ്യത്തെ ലോട്ടിൽ നിർമ്മിച്ചു. 7,000 റൈഫിളുകൾ ഇപ്പോൾ കൈമാറാൻ പോകുന്നു. അടുത്ത വർഷം 1 ലക്ഷം, 2026 ആകുമ്പോൾ 1 ലക്ഷം റൈഫിളുകൾ കൈമാറിയിരിക്കും. നോക്കൂ, 2030 ആകുമ്പോഴത്തേക്കും പരിപൂർണമായിട്ട് കൈമാറും. ശരിക്കും ഇത് 2024 മുതലാണ് റഷ്യൻ പങ്കാളിത്തത്തോടു കൂടി നമ്മൾ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് അമേഠിയിൽ. ഇതൊക്കെ വലിയ വിജയമാണ് ഇന്ത്യൻ സേനയ്ക്ക് നൽകുന്നത്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്നത്. ഇന്ത്യയുടെ കരുത്ത് വർദ്ധിക്കുകയാണ്. നോക്കൂ, AK-47 എന്ന് പറയുന്ന ആ ഒരു തലമുറയിൽ നിന്ന് AK-203 എന്ന് പറയുന്ന അത്യന്താധുനികമായ ഏറ്റവും പുതിയ ഒരു തലമുറയിലേക്ക് റൈഫിളുകളുടെ നിർമ്മാണം നമ്മൾ കൊണ്ടെത്തിച്ചു. ഇതെല്ലാം ഭാവിയിൽ വലിയ മുതൽക്കൂട്ടാകും നമ്മുടെ സേനയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കുമൊക്കെ. രാജ്യത്ത് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ ഇത് വാങ്ങുമ്പോൾ
ഏതെങ്കിലും രാജ്യത്ത് ചെന്ന് ഓർഡർ കൊടുത്ത് അവരുടെ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആയുധം നമ്മുടെ കയ്യിൽ വരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് മേന്മകളൊന്നും അതിനകത്തില്ല, മറ്റ് ലാഭമൊന്നും അതിനകത്തില്ല. ഇതങ്ങനെയല്ല. ഇവിടെ നിർമ്മിക്കുമ്പോൾ അത്രയും തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു, നമ്മുടെ പണം ഇവിടെ തന്നെ ചെലവഴിക്കപ്പെടുന്നു. ഇനി തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന ഗുണമേന്മയുള്ള ആയുധങ്ങൾക്ക് വലിയ വിപണി നമ്മളെ കാത്തിരിക്കുന്നു. അതിലൂടെ നമുക്ക് വലിയ വരുമാനവും ലഭിക്കുന്നു. ഇങ്ങനെ ഈ മേഖലയിൽ ഇന്ത്യ 100% സ്വയം പര്യാപ്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ ഈ വിപണി കീഴടക്കാൻ കഴിയുന്ന മെച്ചം നമ്മുടെ ആയുധങ്ങൾക്കുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിനൊരു വലിയ മുതൽക്കൂട്ടാകുമെന്ന് തീർച്ചയാണ്.